അപ്പൊ നമ്മുടെ കുഞ്ഞുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേക്ക് ഇത് എന്റെ പോലും ഇതാട്ടോ അല്ലേ, ഞാൻ ചോദിച്ചെന്റെ പോലും കാണിച്ചു തരാം. അതെ, ഞങ്ങളെല്ലാം രണ്ടുപേരും ഏകദേശം അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ബോയ് എവിടെ കരയുന്നുണ്ട്. ഇന്ന് എന്താന്ന് അറിയില്ല, കുറച്ച് വാശിയിലാണ്. എവിടെയാ? ആ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇതേ കുഞ്ഞു കുറച്ച് വാശിയിലാണ്. കുഞ്ഞു ആരുടെ ബർത്ത്ഡേ എന്ന് കാണിച്ചു കൊടുത്ത ഡ്രസ് കാണിച്ചു കൊടുക്കേ. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേയുടെ കേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിട്ട് സെലിബ്രേഷൻ തുടങ്ങാണ്. അതായത് നമ്മുടെ കേക്ക് മുറിയാണ് ഫസ്റ്റ് തന്നെ. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞു കേക്ക് വെച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ ജോബിച്ചേൻ്റെ അമ്മ. അതേ ഇതാണ് എൻ്റെ പപ്പയും അമ്മയും. പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് തയ്ച്ചത് നമ്മുടെ പപ്പ തന്നെയാണ്. ക്യാപ്പ് ആയാലും എല്ലാം നമ്മൾ തയ്ച്ചത് നമ്മുടെ പപ്പ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേക്ക് നമ്മൾ വാങ്ങിച്ചത് NJ കേക്ക്സ് എന്നാണ്, ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തേട്ടാ. നല്ലൊരു കേക്കായിരുന്നേ. ഇത് നമ്മുടെ കുഞ്ഞുവിൻ്റെ രണ്ടാമത്തെ ഡ്രസ്സാണിത്. കോട്ടും ഒക്കെ ഉണ്ടാവാൻ പിന്നെ ബോയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ വിൽക്കാൻ സമ്മതിക്കുന്നില്ല ചൂട് കാരണം കൊണ്ട്. നമ്മളിതും തയ്ച്ചത് നമ്മുടെ പപ്പ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഡ്രസ്സും സെക്കൻഡ് ഡ്രസ്സും നിങ്ങളെല്ലാവരും കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഡ്രസ്സിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഫസ്റ്റ് എനിക്ക് മര്യാദയ്ക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഡ്രസ്സിൻ്റെ. എന്നാലും കണ്ടതിൽ വെച്ച് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുറത്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് ഫുഡൊക്കെ പരിചയപ്പെടാം. ചോറുണ്ടായിരുന്നു, മാങ്ങക്കറി, പിന്നെ പോർക്ക്, ചിക്കൻ, ഫിഷ്, അച്ചാറ്, തോരൻ, കാളൻ, സലാഡ്, പിന്നെ ലാസ്റ്റ് ഉപ്പ്. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ജോബിച്ചാൻ്റെ ഫ്രണ്ട്സിൻ്റെ പിള്ളേരുടെ വക സമ്മാനം ഉണ്ടായിരുന്നു. അവർ ഡാൻസൊക്കെ കളിച്ച് അവരാൽ കഴിയുന്ന രീതിയിൽ സമ്മാനം കൊടുത്തിട്ടോ. അപ്പോൾ നമ്മൾ സെലിബ്രേഷന് മുന്നെടുത്ത വീഡിയോസിലായാലും ഇപ്പോഴായാലും നിങ്ങൾ ഈ ആൾക്കൂട്ടത്തിലൊക്കെയും നോക്കുന്നത് നമ്മുടെ അമ്മാമേനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സെലിബ്രേഷന് മുന്നെടുത്ത വീഡിയോയിലായാലും എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, അമ്മാമ ഫാമിലിനെ വിളിച്ചില്ലേ, അമ്മാമ ഫാമിലി വന്നില്ലേ, എന്തേന്നൊക്കെ. അപ്പോൾ അവർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതിനുള്ള കാരണം നമുക്ക് അവരോട് വരുമ്പോൾ തന്നെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ. ുവിന്റെ ബർത്ത്ഡേക്ക് ഏറ്റവും നേരത്തെ വന്ന ടീമാണ്. അതാണ് നേരത്തെ എത്തി. അമ്മാമ എന്താ അമ്മാമ വൈകിയ? എല്ലാരും ചോദിക്കാം അമ്മാമനെ വിളിച്ചില്ലേന്നൊക്കെ ചോദിക്കണേ. ഡാൻസ് ഉണ്ടായിരുന്നേ. അതെ, കോസ്റ്റ്യൂം പോലും മാറ്റാണ്ട് വന്നേ. അപ്പൊ നെക്സ്റ്റ് ചോദ്യം നമ്മുടെ ലക്ഷ്മി ചേട്ടൻ വന്നില്ലേ, ജോമൻ ചേട്ടൻ വന്നില്ലേ എന്നൊക്കെയാണ്. ഇവര് ഇപ്പുറത്തെ സൈഡിൽ കൂടെയായിട്ട് വന്നേ. ഹലോ, എല്ലാരും തന്നെ വന്നായിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും പോയി. ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും ചോദിക്കണം അമ്മാമ വന്നില്ലേ, അമ്മാമ വന്നില്ലേ. എന്താണ് പറയാനുള്ളത്? എന്ത് പരിപാടി വേം പറഞ്ഞോ. നമ്മുടെ ഈടന്റെ ഡാൻസൊക്കെ ഉണ്ടായപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വരാൻ പറ്റുള്ളൂ. അതാണ് അവർ ലേറ്റായി അല്ലാണ്ടിയാ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നു. ലാസ്റ്റ് നമ്മുടെ അമ്മാമ്മയുടെ ഫാമിലിയും വന്നു, ജോമൻചേട്ടനും വന്നു. ഇപ്പം അവരും കൂടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ.